ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെയും ഹനുമാൻ സ്വാമിയുടെയും സീതാദേവിയുടെയും എല്ലാവരുടെയും കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. നല്ലൊരു ആ, നല്ലൊരു മാസമായിരിക്കട്ടെ ഇത്. നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു ലീലകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ എന്താണ് ഇതിൽ കൂടെ സഞ്ചരിക്കാം എന്ന് വിചാരിക്കുന്നു ഈ ഒരു മാസം. അപ്പം നമുക്ക് അതിന് ധ്യാന ശ്ലോകങ്ങളിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മാഹാത്മ്യം പറയാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോ വസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരുജടാമണ്ഡലം രാമചന്ദ്രം ഹത്വാ യുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമൗ വിഷ്ടഭ്യ തിഷ്ടന്നിതരകരധൃതം ഭ്രാമയൻ ബാണമേകം ആരക്തോപാന്തനേത്രശരദളിതവകോടി സൂര്യപ്രകാശോ വീരശ്രീ ബന്ധുരാംഗസ്ത്രിദശപതിനുദഃ പാതുമാം വീരരാമാം. ശ്രീനാഥേ ജാനകീനാഥേ അഭേദാ പരമാത്മനി തഥാപി മമ സർവസ്വം രാമാ കമലലോചന നീലാംബുദശ്യാമളകോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണൗ മഹാസായകചാരുരൂപം നമാമി രാമം രഘുവംശനാഥം. ആർത്താനാമാർത്തിഹന്താരം ഭേദാനാം ഭീതിനാശനം ദിഷതാം കാലദണ്ഡം തം രാമചന്ദ്രം നമാമിഹം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദ ദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡവേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാജ്യതി പ്രപഞ്ചനസുതേ തത്വം മുനിഭവരം വ്യാഖ്യാന്തം ഭരതാദിവിപരിവൃതം രാമം ഭജേ ശ്യാമളം. ജ്ഞാന്യാസ്പൃകാ രഘുപതേ ഹൃദയോസ്മദീയേ സത്യം വദാമി തവ ഭഗലാകിൽ അന്തരാത്മാ ഭക്തിം പ്രയച്ഛ രഘുപുങ്കവ നിർഭരാമേ കാമാദിദോഷരഹിതം ഗുരുമാനസം ച. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര പരമാത്മനേ നമാം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ രാമായണ മാസ പാരായണത്തിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് രാമായണം? ഈ കലിയുഗത്തിൽ രാമായണത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. രാമായണം, രാമന്റെ അയനം. അയനം എന്ന് പറഞ്ഞാൽ എന്താണ്? രതിദേവി മാതാജി, ഹരേ കൃഷ്ണ. കുറെ നാള് കൂടിയാണ് കാണുന്നത്. മാതാജി എന്ത് മായ പിടിച്ചോ? മാതാജി മാതാജി മ്യൂട്ടാക്കാണ്. മായൊന്നും പിടിച്ചില്ല. ചില സാങ്കേതിക ബുദ്ധിമുട്ടാണ്. അമ്മയുണ്ട് കൂടെ. ഹരേ കൃഷ്ണ. ഞാൻ എല്ലാ ദിവസവും വിചാരിക്കുന്നു മാതാജി ഒരു ദിവസം പോലും മുടക്കുകയില്ല. എന്ത് കാരണം ഉണ്ടെങ്കിലും കയറുന്നതാണ്. മേലാതെ സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലൊക്കെ തന്നെ മാതാജി കയറിയിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അപ്പം അമ്മ ഉള്ളപ്പോഴേ എനിക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കൂല. അമ്മ സമ്മതിക്കില്ല. അമ്മക്ക് ഇച്ചിരി അമ്മ ഒക്കൂല. അപ്പൊ സൗണ്ട് ലൈറ്റുകള് അമ്മക്ക് ഭയങ്കര ഇതായിട്ട് വരും. അതെ അതെ. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു എന്നെ കയറാൻ. ഓക്കെ. അപ്പൊ അയൻ എന്ന് പറഞ്ഞ എന്താണ് മാതാജി? മറന്നുപോയി. അയൻ എന്ന് പറഞ്ഞ സഞ്ചാരല്ലേ? യാത്ര. അപ്പം രാമൻ യാത്ര. പോയ വഴിയിൽ കൂടെ നമ്മളും യാത്ര തുടങ്ങുകയാണ് അല്ലെ? രാമൻ എവിടെ നിന്ന് എങ്ങനെ അവതാരം എടുത്തു, അതിനുശേഷം അദ്ദേഹം പോയ വഴികളിൽ കൂടെ നമ്മളും രാമന്റെ ഒപ്പം, അദ്ദേഹത്തിന്റെ സീതാദേവിയുടെ ഒപ്പം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ ലക്ഷ്മണൻ ഭഗവാനോടൊപ്പം നമ്മളും യാത്ര തിരിക്കുകയാണ് അല്ലെ? നമ്മള് എങ്ങനെ എന്താണ്, എവിടെ നിന്ന് തുടങ്ങി? അയോധ്യയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ വനങ്ങളെല്ലാം കൂടി ഇങ്ങനെ അവിടെ നിന്ന് എവിടം വരെ വന്ന് 2 രാജ്യങ്ങൾ തമ്മിലായിരുന്നു അല്ലെ? ശ്രീലങ്ക വരെ അല്ലെ? നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും അല്ലെ? നമ്മൾ ഇങ്ങനെ പറയണേ, ഭാരതവും ശ്രീലങ്ക 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പാലം വരെ സൃഷ്ടിച്ചു അല്ലെ?
അപ്പൊ അത് ഹേതുവായത് നീയാണെന്ന് പറയുന്നുണ്ടല്ലേ. അതായത് സേതു നിർമ്മിക്കാനായിട്ട് ഹേതുവായത് നീയാണെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നുണ്ട് സീതാദേവിയോട് അല്ലെ. സേതു നിർമ്മിക്കാനായിട്ട് ഹേതുവായത് ഒപ്പിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പം ഈ പറയുന്ന രാമായണം എന്ന് പറയുന്നത് വാത്മീകി രാമായണം, വാത്മീകിയാണ് ഇതിന്റെ രചയിതാവ്. വാത്മീകിക്കും ഇത് ആരാണ് ഉപദേശിച്ചു കൊടുത്തത്? ഇത് ആദ്യമായിട്ട് ബ്രഹ്മദേവനാണ് ഈ ഈ പറയുന്ന ശ്രീരാമായണം ഈ പറയുന്ന നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഇന്ന് നാരദമുനിയാണ് രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളന് ഇത് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം രത്നാകരനാണ് പിന്നീട് ഇത് വാൽമീകിയായി മാറിയത്. അങ്ങനെ 24,000 ശ്ലോകങ്ങളോട് കൂടിയ രാമായണമാണ് വാൽമീകി രാമായണം. 24,000 ശ്ലോകങ്ങൾ, 7 കാണ്ഡവും. ആ കാണ്ഡം ആർക്കൊക്കെയാണ് പറയാവുന്ന 7 കാണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന്? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. അപ്പൊ 6 ആയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബാലകാന്ഡം, അയോധ്യാകാന്ഡം. അല്ല, മാതാജി പറഞ്ഞ അത്രേ ശരിയാണ്, അത്രേ ശരിയാണ്. 6 കാണ്ഡേ ആയുള്ളൂ. ഒരു കാണ്ഡോടെ ഉണ്ട്. ഉത്തരരാമായണോ? ഉത്തരകാന്ഡം. ഉത്തരകാന്ഡം നമ്മള് പാരായണത്തിൽ കേരളത്തില് പ്രത്യേകിച്ച് അത് എടുക്കാറില്ലെന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ കേരളത്തില് നമ്മളെ ഈ രാമനവമി ഒക്കെ വരുന്നത് വേറെ മാസങ്ങളിലാണ്. പക്ഷെ കേരളത്തിൽ മാത്രം രാമായണ പാരായണം കർക്കിടക മാസത്തിൽ ആഘോഷിക്കുന്നു. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം, കേരളത്തില് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം ഭയങ്കര മഴയാണ്, വെള്ളപ്പൊക്കമാണ്, പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ഞം മാറ്റാനായിട്ട് ഭഗവാന്റെ ഒരു കൃപ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളുടെ പൗരാണികര് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ പ്രത്യേകിച്ച് ആൾക്കാർക്ക് പണിയൊന്നുമില്ല അല്ലേ, വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രം അന്നം ഉള്ളിലേക്ക് ഇറങ്ങുമെന്നുള്ള ആ ഒരു സ്ഥിതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, വീട്ടിലിരിക്കുകയാണ്. അങ്ങനെയാണ് വീട്ടിലിരുന്ന് വെറുതെ സമയം കളഞ്ഞിട്ടും ആലോചിച്ചിരുന്നിട്ടും വിധിയെ പഠിച്ചിട്ടും കാര്യമില്ലല്ലോ. ഭഗവാന്റെ നാമം ജപിക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ ഈ പഞ്ഞമാസത്തില്. അപ്പൊ അതുകൊണ്ട് പഞ്ഞകർക്കിടകത്തിന്റെ പഞ്ഞം മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കൃപ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പാരായണം ചെയ്ത് തുടങ്ങി. ഇന്ന് നമ്മളത് കേരളത്തിൽ അത് ഒരു ആചാരമായി മാറിയത്. നമ്മളിപ്പോൾ ഓണം, ഈ പറയുന്ന ഓണം ആഘോഷിച്ചതുപോലെ തന്നെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രമായിട്ട് ഉണ്ടായ ഒരു ഇതാണ് ഈ കർക്കിടക മാസത്തിൽ രാമായണം. രാമനവമി വേറെ മാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീരാമചന്ദ്രന്റെ ജനനമൊക്കെ. പക്ഷെ ഇതില് നമ്മൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയുന്ന ഒരു വാക്ക്, അത് ഈ രാമായണം അത് തുടങ്ങിയ ആ സമയത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആരും പറഞ്ഞല്ല, ഞാൻ പറയുന്നു. എന്നെ കർക്കിടകത്തിൽ അച്യുതൻ ഉച്ചസ്ഥായിയായിട്ട് നിൽക്കുന്നു. അപ്പൊ കർക്കിടകത്തിലാണ് ജനിച്ചതെന്ന് വിചാരിച്ചത്. പക്ഷെ കർക്കിടകം രാശിയാണ്. രതിദേവി മാതാജിക്ക് അത് ചിലപ്പോൾ ഓർമ്മ കാണുമായിരിക്കും. അത് ഇനി നമ്മള് ഈ ഭഗവാന്റെ ആ ഒരു ജനനത്തെ പറ്റി പറയുന്ന ആ ഉത്തരകാമേഷ്ടിയില് ഉണ്ടല്ലേ, അപ്പം പുണർത നാളിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലേ, പുണർത നാളില് നവമി തിഥിയില്. അപ്പം ഈ പറയുന്ന രാശികളെല്ലാം ഉച്ചസ്ഥാനത്ത് കർക്കിടകത്തിൽ, കർക്കിടകം രാശിയാണ്, അതായത് കർക്കിടക മാസമല്ല. അപ്പൊ രാശി ഉച്ചസ്ഥായി നിന്നപ്പോൾ കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുവാണെങ്കിൽ അത് ഉച്ചസ്ഥായിയാണ്. രാശി ഉച്ചസ്ഥാനിയിലെത്തിയ പുണർദം നക്ഷത്രത്തിൽ പൂജാതനായ ശ്രീരാമചന്ദ്രന്. അപ്പം മാതാജിക്ക് മനസ്സിലായല്ലോ, അല്ലാതെ കർക്കിടക മാസത്തിലല്ല ഭഗവാൻ ജനിച്ചത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും ഒരുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ എന്താണ് രാമായണം ഈ മാസം പാരായണം ചെയ്തുകൊണ്ട് അതൊരു വലിയ കാര്യമാണ്. ഭഗവാൻ എന്താണ് ജനനവും മരണവും ഇല്ല. ഏതു മാസം ജനിക്കുക, അപ്പൊ ഏതു മാസം ഭഗവാൻ തിരോധാനം ചെയ്തു എന്നല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മൾ എന്താണ് ആ ഭഗവാനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, രാമന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കലിയുഗത്തിൽ രാമായണത്തിന്റെ പ്രാധാന്യം, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്ന അധ്യാത്മരാമായണാണ്. പക്ഷെ വാൽമീകി രാമായണം സംസ്കൃതമാണ്. അത് പല സ്ഥലങ്ങളിലും ഇപ്പം ആധ്യാത്മിക രാമായണം മാറിയിട്ട് നമ്മളുടെ ഈ പറയുന്ന ഈ വാൽമീകി രാമായണമൊക്കെ ആൾക്കാർ പാരായണം ചെയ്തു പോയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതുവരെ ആ വാൽമീകി രാമായണം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, ഞാനത് വായിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. പക്ഷെ വായിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഭക്തി ഏറ്റവും കൂടുതൽ കുത്തി നിറച്ചിരിക്കുകയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭക്തി കുത്തിക്കയറ്റി നിറച്ചു വെച്ചിരിക്കുകയാണ് അതിൽ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യ രൂപത്തിൽ ഭയങ്കര പ്രത്യേകിച്ച് വർണ്ണനയൊന്നും ഇല്ലാതെ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ
അതേപോലെ പറഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഭഗവാനെ ഒരു പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള രീതിയിലാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ വർണ്ണനകൾ മുഴുവനും തന്നെ. അപ്പൊ അതുകൊണ്ട് ഭക്തി ഇവിടെയാണ്. പക്ഷെ കഥകൾക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. വളരെ കുറച്ച് നേരി ഈ 6 കാണ്ഡവും അല്ല 7 കാണ്ഡവും ഒക്കെ തന്നെ ഉണ്ട് ആധ്യാത്മ രാമായണത്തിലെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ രാമേശ്വരത്തിന്റെ ആ ഭാഗം വരുമ്പോഴും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പം നോക്കിയിട്ട് നമുക്ക് പാരായണത്തിലേക്ക് കിടക്കാം. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ട് അവതരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അല്ലെ. ധർമ്മത്തിന് നാശം, നമ്മൾ ആ ശ്ലോകം അറിയാമല്ലോ അല്ലെ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കും എന്താണ്, ധർമ്മത്തിന് എപ്പോഴും ച്യുതി ഉണ്ടാകുമ്പോഴും അധർമ്മം തഴച്ചു വളരുമ്പോഴും ഭഗവാൻ അവതരിക്കും. അപ്പം കലിയുഗത്തിൽ രാമായണത്തിന്റെ ഈ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഈ രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ധർമ്മബോധം ഉണർത്തുന്നു. ധർമ്മബോധം, ഭഗവാന്റെ ഈ അവതാരം തന്നെ എന്താണ്, വലിയൊരു അധർമ്മമായ രാവണൻ എന്ന് പറഞ്ഞ രാക്ഷസനെ വധിക്കുക എന്നൊരു മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എന്താണ്, അദ്ദേഹം യാത്ര ചെയ്ത വഴി പോയ എത്രയോ സന്യാസിമാരെ ആണ് അദ്ദേഹത്തിന് അസോസിയേഷൻ കിട്ടിയത് അല്ലേ. എത്രയോ സന്യാസി വര്യന്മാർ, എത്ര രാക്ഷസർക്ക് മോക്ഷം കിട്ടി അല്ലേ. അങ്ങനെ ഒരുപാട് പേര് എന്താണ് ഭഗവാന്റെ അസോസിയേഷൻ കിട്ടി എന്നുള്ളൊരു കാര്യം. അപ്പൊ ധർമ്മബോധം ഉണർത്തുന്നു. പിന്നെ അടുത്തത് സമൂഹത്തിൽ ഐക്യം. അപ്പൊ രാമായണം എല്ലാ കുടുംബങ്ങളിൽ ഇരുന്ന് ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിബന്ധങ്ങൾ അല്ലേ. നമ്മൾ പരസ്പരം രാമായണത്തെ പറ്റി ചർച്ച ചെയ്യുന്നു, ഭഗവാന്റെ കാര്യമല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഉടനെ ജ്ഞാനാംബികമാതാജി അങ്ങോട്ട് വിളിച്ചു, പൊന്നമേ നീ ഇന്ന് ഏത് കാണ്ടാ വായിച്ചത്? ഞാൻ ബാലകാണ്ഡ ദേ തീർന്നു. നാളെ ഞാൻ അയോധ്യാകാന്ഡം തുടങ്ങുകയാണ്. ഞാനിത് മുഴുവൻ മുമ്പേ തീർക്കും, പക്ഷെ നീ ഇപ്പോഴും പുറകിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ചർച്ചയില്ലേ. സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ഗ്രാമകഥകൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ അറ്റ്ലീസ്റ്റ് ഈ മാസമെങ്കിലും ഇന്ന് രാമായണം എനിക്ക് വായിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം ആ ഭഗവാന്റെ കാര്യങ്ങള് അങ്ങനെയെങ്കിലും കൂടെ, അതായത് പഴിയായിട്ട് കൂടി പറഞ്ഞാൽ പോലും കലിയുഗത്തിലെ ജനങ്ങൾക്ക് എന്താണ് അത് ഉപകാരപ്രദമായത് കൊണ്ട് ഒരു സാമൂഹിക ഐക്യം. ആദ്യത്തേത് ധർമ്മബോധം ഉണർത്തുന്നു, രണ്ടാമത്തേത് സമൂഹത്തിലെ ഐക്യം അല്ലെ. നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണമാണ് അല്ലെ. ഏത് ചെറിയ ക്ഷേത്രം തൊട്ട് വലിയ ക്ഷേത്രങ്ങളിൽ വരെ ആൾക്കാരിരുന്ന് വായിക്കുന്നു. വിളക്ക് കത്തിച്ച് സന്ധ്യക്ക് മസ്റ്റായിട്ട് ഇരുന്ന് രാമായണം വായിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ശക്തി തരുന്നു അല്ലെ. നമുക്ക് അതിനകത്ത് കാണാം എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായി. എവിടെ തൊട്ടാ പ്രതിസന്ധി തുടങ്ങുന്നത്? ഈ പറയുന്ന അഭിഷേക വിഘ്നം. അതിന് മുൻപേ തൊട്ട് തുടങ്ങി. എവിടെയാണ്? വനത്തിലേക്ക് പോയ സമയത്ത് താടക വന്നു, അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികളും വന്നു. തിരിച്ചു പോന്നപ്പോഴത്തേക്ക് എന്താണ്, ഭാർഗവരാമൻ വന്നു, ആരാണ് പരശുരാമൻ വന്ന് തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് വനത്തിലേക്ക് പോകാൻ നേരത്ത് പ്രതിസന്ധി, ദശരഥന് വിടാൻ സമ്മതമല്ല, കൗസല്യ തടയുന്നു, ലക്ഷ്മണന് കോപം വന്നു. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴി മുഴുവനും ഓരോരോ പ്രതിസന്ധി, രാക്ഷസന്മാർ ഓരോരുത്തർ വരുന്നു. അതുപോലെ രാവണൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ജടായുവിന്റെ മരണം കണ്ടു. അങ്ങനെ പോയി ബാലിയെ വധിക്കേണ്ടി വന്നു. പിന്നെ ചിറ കെട്ടി കിടക്കാൻ നേരത്ത് അവിടെ വെച്ച് സമുദ്രം വഴി തരാതെ വന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പല പല പ്രതിസന്ധി. ഇടയ്ക്ക് ശ്രീരാമലക്ഷ്മണന്മാര് ഈ പറയുന്ന എന്താണ് നാഗാസ്ത്രം ഏറ്റിട്ട് ഈ പറയുന്ന ലക്ഷ്മണനൊന്ന് മരണതുല്യമായ സംഭവങ്ങൾ അനുഭവിക്കുന്നു. അത് പിന്നെ ഇവർ രണ്ടുപേരും ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് വീഴുന്നു, ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും. പിന്നെ നമ്മുടെ മരുത്വാമലയൊക്കെ കൊണ്ടുവന്ന് മൃതസഞ്ജീവനിയൊക്കെ കൊണ്ടുവന്നിട്ട് ഹനുമാൻ അവരെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ എത്ര സംഭവങ്ങൾ, പ്രതിസന്ധികൾ വന്നു. അപ്പൊ ഈ പ്രതിസന്ധികളെ നേരിടാനായിട്ട് നമ്മൾക്കുള്ളൊരു പ്രചോദനം, അതാണ് മൂന്നാമത്തേത്. പിന്നെ എന്താണ്? തിന്മയുടെ മേൽ നന്മയുടെ വിജയം. അതായത് തിന്മയാണ് കാണിച്ചത് അല്ലെ. അതായത് ഒരാളുടെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോകുക, അതായത് സ്ത്രീയെ അവരുടെ സമ്മതം കൂടാതെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അതൊരു തിന്മയാണ്. ആ തിന്മയുടെ മേലിൽ നന്മയുടെ വിജയം. പിന്നെ എന്താണ്? ആത്മീയ വളർച്ച. അപ്പോൾ ഈ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ വർഷവും തുടർച്ചയായിട്ട് രാമായണം വായിച്ചു പോകുമ്പോൾ തന്നെ അതൊരു ആചരണമായി, ഒരു ചടങ്ങായി, നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആത്മീയമായ ഒരു വളർച്ച ഉണ്ടാകുന്നു. പിന്നെ രാമായണത്തിൽ നിന്നുള്ള തത്വങ്ങൾ നമ്മൾ നമ്മൾ ആചരിച്ച് ശീലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഭഗവാൻ എന്താണ്? മര്യാദാ പുരുഷോത്തമനായിട്ടാണ് അറിയപ്പെടുന്നത്, ശ്രീരാമചന്ദ്ര ഭഗവാൻ. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനോ എന്ത് പുരുഷോത്തമനായിട്ട് അറിയപ്പെടുന്നത്? ലീലാ പുരുഷോത്തമൻ. ചൈതന്യ മഹാപ്രഭുവോ?
ദയ അല്ലേ? ആ അല്ല. ഔദാര്യ പുരുഷോത്തമൻ അല്ലേ, അല്ലെങ്കിൽ കൃപാപുരുഷോത്തമൻ. ഔദാര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അങ്ങനെ 3 പുരുഷോത്തമന്മാരെ കണ്ടു. ഇതിലെ മര്യാദ പുരുഷോത്തമനാണ്. അപ്പൊ ശ്രീരാമചന്ദ്രനെ നമുക്ക് ഫോളോ ചെയ്യാം, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്താം. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മള് എന്താണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഗോവർദ്ധനം വരുത്താം? ഞാൻ അഭിയമാതാജി കൈ പൊക്കുക ആദ്യേ. അതുപോലെ രാസലീല ആടാനായിട്ട് പറ്റുമോ? 9 ലക്ഷം ഗോപികമാരുമായിട്ട്. അതുപോലെ 10,16,009 പേരെ ഭാര്യമാരാക്കാനോ അല്ലെ ഭർത്താക്കന്മാരാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമെങ്കിൽ കൈവെക്കുക. അപ്പം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ എന്താണ്, നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാണി ഫോളോ ചെയ്യുക, ശ്രീരാമചന്ദ്ര ഭഗവാനെ നമ്മൾ അപ്പാടെ അനുകരിക്കുക. ഇതാണ് വ്യത്യാസം ഇവര് തമ്മിൽ, ഈ 2 അവതാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ വാക്ക് പാലിക്കുക അല്ലെങ്കിൽ സത്യസന്ധത. സത്യസന്ധത ഇതിൻ്റെ അകത്ത് പല സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം സത്യസന്ധതയുടെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. വാക്ക് പാലിക്കുക, ദശരഥൻ ആ വാക്ക് പാലിച്ചു അല്ലേ. അങ്ങനെ അവിടെ തൊട്ട് സത്യസന്ധതയുടെ പല കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സുഗ്രീവന് കൊടുത്ത വാക്ക് ഭഗവാൻ പാലിച്ചു, മറഞ്ഞിരുന്നിട്ടാണെങ്കിലും ബാലിയെ വധിക്കേണ്ടി വന്നു അല്ലേ. അപ്പൊ അങ്ങനെ വാക്ക് പാലിക്കുക എന്നുള്ള കാര്യങ്ങൾ ഉടനീളം കണ്ടു. അപ്പൊ സത്യസന്ധത എന്നുള്ള ഒരു കാര്യം. അപ്പൊ എത്രാമത്തെ ആയി മാതാജി എഴുതുന്ന പോയിന്റ്? 4 or 5 കണ്ടായി. ത്യാഗം. 6 പോയിന്റ്. ത്യാഗം. എന്തൊക്കെ ത്യാഗങ്ങളാണ് നമ്മൾ കണ്ടത്? ഇത്രയും വലിയ ഭഗവാൻ തന്നെ ഇത്രയും വലിയ രാജ്യം അല്ലെ, രാജാവാകേണ്ടതാണല്ലേ, ഈ രാജ്യം ഉപേക്ഷിച്ചു. ഭഗവാൻ വേണേ എതിർക്കാമായിരുന്നു അല്ലെ. രാജ്യം ഉപേക്ഷിച്ചു, അച്ഛനെയും അമ്മയും ഭാര്യയെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരുങ്ങി. അപ്പം സീതാദേവി എന്ത് ത്യാഗം ചെയ്തു? അത് എല്ലാ എന്താണ്, ഈ കൊട്ടാരത്തിലെ രാജകുമാരിക്കുള്ള പദവിയെല്ലാം ഉപേക്ഷിച്ചിട്ട് യാത്ര തിരിച്ചു. അതായത് കാവ്യവസ്ത്രം നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ത്യാഗത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അങ്ങോളം ഇങ്ങോളം ത്യാഗം കാണാം നമുക്ക് അതിൻ്റെ അകത്ത്. സത്യസന്ധത, ത്യാഗം. പിന്നെ അടുത്തത് ബന്ധങ്ങളുടെ ആ ഒരു പ്രാധാന്യം, പവിത്രത. അതായത് ലക്ഷ്മണൻ അനുഗമിച്ചല്ലോ. ലക്ഷ്മണൻ 14 വർഷം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അദ്ദേഹം ഒരു പോള കണ്ണടയ്ക്കാതെ, ഒരു തരി വെള്ളം പോലും കുടിക്കാതെ ഇവരെ രണ്ടുപേരും സേവ ചെയ്തുകൊണ്ട് കഴിയുമായിരുന്നു. അപ്പൊ ആ ബന്ധങ്ങളുടെ പവിത്രത. ഭരതൻ എന്താണ് ചെയ്തത് ആ സമയത്ത്? അതുപോലെ ദർഭ വിരിച്ചിട്ട് വനത്തിലാണ് കിടന്നത്. അദ്ദേഹത്തിന്റെ പാതുക സിംഹാസനത്തിൽ വെച്ചിട്ട് പൂജ ചെയ്യായിരുന്നു ചെയ്തത്. അപ്പം ആ ബന്ധങ്ങളുടെ പ്രാധാന്യം അല്ലേ, അത് നമ്മൾ പിന്നെ വിനയവും ക്ഷമയും, ലക്ഷ്മണനും അതുപോലെ തന്നെ ഈ ഭരതനും ഒക്കെയുള്ള വിനയം നമുക്ക് പറഞ്ഞറിയാം. അതുപോലെ തന്നെ ഹനുമാൻ ദാസ്യഭാവത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വിഭീഷണൻ അല്ലെ, രാക്ഷസ രാജാവായിട്ട് കൂടെ എന്താണ് വിഭീഷണൻ ഭഗവാനെ അത്ര ക്ഷമയോടുകൂടി വിനയത്തോടു കൂടിയാണ് സേവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അടുത്താണ് തിന്മയുടെ പതനം അനിവാര്യമാണെന്നുള്ളൊരു തത്വം നമ്മൾ മനസ്സിലാക്കി. തിന്മ എപ്പോഴാണെങ്കിലും അത് പതനത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഫൈനലി. അപ്പം ഈ തത്വങ്ങളൊക്കെ കലിയുഗത്തിലെ ഓരോ വ്യക്തികൾക്കും എന്താണ്, അവരുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം, അത് മാതൃകയാക്കണം. ഭഗവാൻ ഈ നമ്മൾ രാമായണം വെറുതെ വായിച്ചു തള്ളിയാൽ പോലെ നമ്മളെ ജീവിതത്തിൽ അത് പകർത്തണം. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ആധ്യാത്മിക രാമായണത്തെ പറ്റി ഒരു 2-3 വരി ഞാൻ പറഞ്ഞിട്ട് ഇത് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഇപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് നമ്മളിപ്പം ഗുരുസ്ഥാനത്ത് നിന്ന് നമ്മൾ അദ്ദേഹം എഴുതിയ രാമായണം മലയാള ഭാഷയുടെ പിതാവാണ് അദ്ദേഹം. തിരൂര് തുഞ്ചമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചമ്പറമ്പിലാണ്. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സമകാലീനായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു? പൂന്താനം ഉണ്ടായിരുന്നു, പിന്നെ മേൽപ്പത്തൂര്, ഇങ്ങനെയൊക്കെയുള്ളവർ സമകാലീനായിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഒരുപാട് ഭാഷാപരമായിട്ടുള്ള സംഭാവനകളൊക്കെ അദ്ദേഹം തന്നു. സംസ്കൃതത്തിൽ നിന്ന് പല കൃതികളും തർജ്ജമ ചെയ്ത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് തന്നു. പിന്നെ അദ്ദേഹം ഫോളോ ചെയ്ത് കിളിപ്പാട്ടായിരുന്നു അല്ലെ. ഈ കിളി ആരായിരുന്നു? കിളി ശാരിക അല്ലെ, ശാരിക പൈതലെ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് അല്ലെ. ഈ ശാരിക ആരായിരുന്നു? ആരുടെ തത്തയാ?
പിന്നെ രാധാറാണി രാധാറാണിയുടെ തത്തയാണ് അല്ലെ? ശുഗവും രണ്ട് ശാരികയും. തത്തയും ശുഗവും ശാരികയും. അപ്പൊ ശുഗം എന്ന് പറഞ്ഞാൽ ആൺതത്ത, ശാരിക പെൺതത്ത. അപ്പൊ രാധാറാണിയുടെ തത്തയാണ്. അതുകൊണ്ടാണ് ഈ തത്തയെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? കാര്യം പല രീതിയിൽ ഇതിന് വിവർത്തനം പറഞ്ഞു. ഒരു തത്ത പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഒരു ഇതല്ലേ, ഒരു മനുഷ്യജന്മം അല്ലല്ലോ, ഒരു ജീവിയല്ലേ. അപ്പൊ അതിന് എന്തെങ്കിലും അപരാധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപരാധം വരില്ലല്ലോ, ഇത് പക്ഷിവർഗത്തിൽ പെട്ടതല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്താണ്, കേട്ടു പറയാനായിട്ട് ഏറ്റവും നല്ലത് തത്തയാണ്, കേട്ടു പറയാനായിട്ട് അല്ലേ? നന്നായിട്ട് സംസാരിക്കും അല്ലേ? അപ്പം ഇത് കേട്ടിട്ട് അതേപടി പറയുക, ഒരു വ്യത്യാസവും ഇല്ലാതെ പറയുക അല്ലേ? അപ്പം നമ്മള് ഈ ബ്രഹ്മദേവൻ നാരദമുനിക്ക് പറഞ്ഞു കൊടുത്ത്, നാരദമുനി വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തത് ആ രാമായണം നമ്മൾ ഇവിടെ കേൾക്കുന്നത് എങ്ങനെയാണ്? ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു രാമായണം. അത് ഒരു തത്തയെ കൊണ്ടാണ് എഴുത്തച്ഛൻ പറയിക്കുന്നത്. തത്തയുടെ വായിൽ നിന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. മനസ്സിലായല്ലോ അതിന്റെ വരവ്? ഇങ്ങനെ നമ്മൾ മഹാഭാരതം ഗണപതി വ്യാസദേവനൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന പോലെ, എന്നിട്ട് അവസാനം ഭഗവത്ഗീത ഉപദേശിക്കാൻ നേരത്ത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കാണിച്ചു കൊടുത്തു അവിടുത്തെ സന്ദർഭം എത്ര പേരാണ്. എന്നിട്ട് അതിനിടയ്ക്ക് അർജുനനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലോങ് ഇതുപോലെ ഇവിടെ നമ്മൾ ശാരിക എന്ന് പറയുന്ന തത്തയുടെ വായിൽ നിന്നാണ് അത് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് രൂപം നൽകി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന് ഒരുപാട് ഈ പറയുന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഭക്തിക്ക്. വളരെ ലളിതമായ ഭാഷ, നമുക്കെല്ലാം മനസ്സിലാകാം. അതുകൊണ്ടാണ് ഞാനും ഇത് തെരഞ്ഞെടുത്തത്. കാര്യം എനിക്ക് മറ്റു രാമായണം, വാൽമീകി രാമായണം എൻ്റെ കയ്യിൽ ഇല്ലതാനും, എനിക്കത് അറിയത്തുമില്ല, ഞാൻ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തില് ഈ പറയുന്ന ഈ ആധ്യാത്മിക രാമായണത്തിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത് അദ്ദേഹം മഹാഭാരതം ഇതുപോലെ തന്നെ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, ഹരിനാമ കീർത്തനം എഴുതിയിട്ടുണ്ട്, ചിന്താരത്നം എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുണ്ട്, കൈവല്യ നവനീതം എന്ന് പറയുന്ന വേദാന്ത ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൃതികളാണ് മെയിനായിട്ടുള്ളത്. വേറെ പലതും ഉണ്ട് നമുക്കറിയാവുന്നത്. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ചിന്താരത്നം, കൈവല്യ നവനീതം തുടങ്ങിയ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ എഴുത്തച്ഛൻ ഭാഗവതം കിളിപ്പാട്ട് എഴുതിയിട്ടില്ലേ? ഭാഗവതം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഭാഗവതം കിളിപ്പാട്ടും എഴുതിയിട്ടുണ്ട്. നാട്ടിലൊക്കെയുള്ള മിക്കവാറും ഭാഗവത സപ്താഹ ആചാര്യന്മാര് ഈ പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഈ പറയുന്ന ഭാഗവതമാണ് വായിക്കുന്നത് അല്ലെ? സംസ്കൃതം വായിക്കുന്നവരും ഇപ്പം വളരെ ഇതായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിലും മലബാർ ഭാഗത്തേക്കൊക്കെ സംസ്കൃത മൂലമാണ് വായിക്കുക. മൂലാണ് വായിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ മലയാളം ആണ്. ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഭാഗവതമാണ് വായിക്കുന്നത്. സപ്താഹം പറയുമ്പോഴൊക്കെ സംസ്കൃതത്തിൽ പറയാ വായിക്കല്. ഇപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണ് ഈ ആധ്യാത്മിക രാമായണത്തിന്റെ ആധാരമാക്കിയിട്ട് എഴുത്തച്ഛൻ എടുത്തത്, ബ്രഹ്മാണ്ഡ പുരാണം. ഇപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഈ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം ഇത് തർജ്ജമ ചെയ്തത്. വാൽമീകി രാമായണത്തിനേക്കാളും കൂടുതൽ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം, വാൽമീകി രാമായണത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ കാണപ്പെടുന്നത്. ഇനി അടുത്തത് നമുക്ക് പാരായണം തുടങ്ങാം. അതിനു മുൻപ് നമുക്ക് ഹരി ശ്രീ ഗണപതേ നമ വിഘ്നമസ്തു. രാജീവലോചനം രാമം ദയാവരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ എല്ലാ ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ നമ്മളുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള എല്ലാ പിതൃക്കന്മാരുടെയും അതുപോലെ തന്നെ എല്ലാ നല്ല വിശുദ്ധാത്മാക്കളുടെ എല്ലാം കൃപ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് രാമായണത്തിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആചാര്യൻ്റെയും വാൽമീകി മഹർഷിയുടെയും എല്ലാവരുടെയും കൃപയുണ്ടാകട്ടെ. എല്ലാവരും
അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല രീതിയിൽ പാരായണം നടത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഈ ഏകശ്ലോകി ഭാഗവതമുണ്ട്. അപ്പം ഏകശ്ലോകിയും രാമായണമുണ്ട്. അത് ഞാൻ ബൈഹേർട്ട് അറിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. ആദ്യം പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം ഹൃത്വാ രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. ഇങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. അപ്പം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തീരുമ്പോൾ ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. ആധ്യാത്മരാമായണ കിളിപ്പാട്ട് ബാലകാണ്ഡം. ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ. നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജ വാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? വൃഷ്ണി വംശത്തിൽ ഓരോരുത്തരെയും നമ്മൾ ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ. ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണല്ലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ നമുക്ക് എന്താണ് ഈ പദാവലികൾ എനിക്ക് അപ്പം വേണ്ട സാഹചര്യത്തിൽ അത് തോന്നിക്കണം അല്ലേ. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? വൃഷ്ണി വംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മ വിശേഷിച്ചനുഗ്രഹിക്കണം. അതായത് നമ്മള് ഈ കൃഷ്ണനെ നമ്മൾ ഇവിടെ വന്ദിക്കുന്നു. കാര്യം ശ്രീകൃഷ്ണാവതാരം ആ സമയത്ത് നടന്നിട്ടില്ല. അപ്പം എന്താണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തം പുരുഷൻ എന്ന് ഇവിടെ പറയുകയാണ്. അതുപോലെ വിഷ്ണുജോത്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. അവിടെയും വീണ്ടും വന്നു. ഏറ്റവും ആദി പുരാണ പുരുഷനാണ് കൃഷ്ണൻ എന്നുള്ള സൂചനയും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നൽകി. ഇതെല്ലാം നമുക്ക് അറിയാവുന്നവരിൽ നമ്മൾ ഇപ്പോഴും സമ്മതിക്കില്ല അല്ലേ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നീൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ സരാരാതി പ്രണനാദയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. നമ്മളുടെ ചേതോദർപ്പണത്തിന്റെ നമ്മളതല്ലേ ചേതോദർപ്പണ മാർജനം എന്ന് പറഞ്ഞ് ശിക്ഷാഷ്ടകത്തിൽ പറഞ്ഞ് അവിടെ ഇത് അതേപടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ചേതോ
ദർപ്പണത്തിന്റെ മാലിന്യം എല്ലാം തീർത്ത് ശോധന ചെയ്യുവാനായിട്ട്. അപ്പൊ നിങ്ങളിത് വായിക്കുമ്പോൾ നമ്മളുടെ ഈ ഉള്ളിലുള്ള ഈ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ദർപ്പണം പതിയെ 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 വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വര ശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകന്മാനായ ഭക്തനാം ദാസൻ പാദ ബ്രഹ്മപാദജന ജ്ഞാനി നാമാദിയായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ അഭിയ മാതാജി. ഹരേ കൃഷ്ണ ഭഗവാനെ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ഉണർന്നാവോളം തുണയ്ക്കണം. സുരസംഗതിപതി തതനു സ്വാഹാപതി പരനൻ പിതൃപതി നിര്യതി ജലപതി കരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി കേടനാമ്പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയെന്നെ ഗ്രഹിക്കണം. അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമാ സദാം വിദൂഷമാം അഗ്രേസരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുരും നിങ്ങൾ വാഴ്ക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. മാതാജി റെഡിയല്ല? റെഡിയാണോ? രാമായണ മഹാത്മ്യം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂവി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു രാധ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ മാതാജി. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായിട്ട് ബ്രഹ്മദേവനാണ്. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനാൽ രചിക്കപ്പെട്ടതാണ്. അതുപോലത്തെ 100 കോടി ഗ്രന്ഥമൊന്നും ഇല്ല, ഭൂമിയിൽ കാണാനില്ല. അപ്പൊ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാണ്. അപ്പൊ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങള് ഒരുപാടില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഈ രാമനാമത്തെ ജപിച്ച കാട്ടാളൻ എന്താണ്? മാമുനി പ്രവരനായി കണ്ടു. അപ്പൊ അത് കണ്ടപ്പം ദാതാവ് എന്ത് ചെയ്തു? അതായത് നമ്മളുടെ എല്ലാ സൃഷ്ടികർത്താവായ വിരിഞ്ചൻ എന്ത് ചെയ്തു? ഭൂമിയിലുള്ള ജനങ്ങൾക്കെല്ലാം മോക്ഷാർത്ഥമായിട്ട് ശ്രീരാമായണം ഉപദേശിച്ചു കൊടുത്തു. അല്ലേ? അപ്പൊ അങ്ങനെ വീണാവാണി വന്നിട്ട്, ആരാണ്? സരസ്വതി ദേവി വന്നിട്ട് എന്ത് ചെയ്തു? വാൽമീകിയുടെ നാവിന്മേൽ വന്നിരുന്നിട്ടാണ് ഈ രാമായണം പറഞ്ഞു കൊടുത്തത്. അല്ലെ? നല്ല വാക്കുകളായിരിക്കണം. ഒന്നും തന്നെ തെറ്റൊന്നും വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് തെറ്റൊന്നും വരാതിരിക്കാനായിട്ട് സരസ്വതി ദേവി ഇതിനകത്ത് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. മാതാജി ബാക്കി വായിച്ചോ. വായിക്കട്ടെ? വായിക്കേ. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതന്നാവിന്മേൽ വാണിയിടിനായി. വാണിയിടുകവണ്ണമൻ നാവിന്മേലേവം ചൊൽവാൻ നാനമാകുന്നതാരും മതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ.
അധ്യാത്മപ്രതീകമത്യന്തം രഹസ്യമദധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഹരേ കൃഷ്ണ. ഇവിടെ എന്താണ് പറഞ്ഞത്? ആധ്യാത്മിക പ്രതീകം അത്യന്തം രഹസ്യമാണ് അല്ലേ? വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇത് വായിക്കുന്നവർക്കൊക്കെ തന്നെ എന്താണ് മുക്തി കിട്ടുമെന്നുള്ളത് അല്ലേ? അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം. യാതൊരു അതിന് തർക്കത്തിനും ഇടയില്ല. ഇത് പാരായണം ചെയ്യുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ മുക്തി സിദ്ധിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ മഹാത്മ്യങ്ങള് ഞാൻ വളരെ ചുരുക്കി പറയാം. ദേവി മാതാജി ബാക്കി വായിച്ച്. ബുദ്ധിമത്തുക്കളായുള്ള ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിന്. ബുദ്ധിമത്തുക്കളായവർ ഇക്കഥ കേൾക്കുന്നാകിൽ കേട്ടുകൊള്ളിയിടുവിൻ ചൊല്ലിയിടുവിനത്രയും ചുരുക്കി ഞാൻ രാമമാകാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിയിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്വസ്ത്രം ചെയ്തു മൂലം. ദുഃഖാപ്തി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തെങ്കിൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനേനാ. രാത്രിചരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധാന്യനിഷ്ടം ഹാലാലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോകിതം നിജഭർത്താരം വിശ്വേശ്വരം. വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത പ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാംബേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവേശ ചേതസാ ചോദിക്കുന്നു. പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യായോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം ഒന്നോടൊന്നൊഴിയാതാവണ്ണം നിന്തിരുവടിയിൽ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗതൽപേം. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിതു ചൊല്ലുവാൻ. ഈശ്വരി കാത്യായനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് സതി മാതാജി. ഹരേ കൃഷ്ണ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും
ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വൈനാദിനജനവ്യേനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായ തമസംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മഹാദേവനോട് പാർവതീദേവി വളരെ വിനയാന്വിതയായിട്ട് ഈ പറയുന്ന ഈ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി അറിയാനുണ്ട് എന്ന് ചോദിക്കുന്നു. ദേവി അത്ര എളിമയോടുകൂടിയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം ഭഗവാൻ എന്താണ് പറയുന്നത്? ഈശ്വരി കാർത്യായനി അങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭഗവാൻ ചോദിച്ചു, ഞാനിത് വേറെ ആർക്കും ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടില്ല, നിന്നോളം ഭഗവത് ഭക്തി മറ്റാർക്കും ഇല്ല നാഥേ എന്നൊക്കെ പറഞ്ഞ് എന്നാണ് തിരിച്ച് നമ്മളിപ്പോൾ ഭാഗവത്തിൽ കാണുന്ന പോലെ തന്നെ തിരിച്ചു അങ്ങോട്ടേക്ക് പുകഴ്ത്തുകയാണ്. അതുപോലെ തന്നെ ഇത് അത്യന്ത രഹസ്യമാണെന്ന് പറയുന്നു. നമ്മൾ രാജവിദ്യ രാജഗുഹ്യ യോഗം ഭഗവത്ഗീതയിൽ വായിക്കുമ്പോൾ അത് വളരെ രഹസ്യങ്ങൾ, രാജവിദ്യ രാജഗുഹ്യ യോഗം ഏറ്റവും മറിഞ്ഞിരിക്കുന്ന, അതായത് പുറത്തുള്ള സാധാരണ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത് രഹസ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയാണ് മോക്ഷമാർഗം, പക്ഷെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത് ഗുഹ്യമായി മാറിയത്. അല്ലാതെ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ല, ഇത് ഒളിഞ്ഞിരിക്കുകയാണ് സാധാരണ ആൾക്കാരുടെ അടുക്കൽ നിന്ന്. അതുകൊണ്ട് ഈ ശ്രീരാമചന്ദ്രൻ ആരാണ്? പരമാത്മാവാണ്, പരമാനന്ദ മൂർത്തിയാണ്, പുരുഷനാണ്, പ്രകൃതിയുടെ കാരണമാണ്, പുരുഷോത്തമനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ജഗതുത്ഭവ സ്ഥിതി പ്രളയ കർത്താവാണ്. അതായത് വിരിഞ്ച നാരായണൻ, വിരിഞ്ചനും അതായത് നമ്മൾ ശിവനും ഇതുവരെ എല്ലാവരും തന്നെ ആരിൽ നിന്നാണ് ഉണ്ടായത്? നാരായണനിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആളെ മാനുഷ്യൻ എന്ന് കൽപ്പിച്ചിരുന്നത് ആരാണ്? മനുഷ്യ അവതാരം എടുത്തപ്പോൾ അജ്ഞാനികളാണ്. നമ്മൾ ആ ശ്ലോകം കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിരുന്നു. ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിരുന്ന ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ. അവജാനന്തി മാമൂഢാം മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വര. ഇതും ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ആണെന്ന് കാണിക്കുന്ന വേറൊരു ശ്ലോകം കൂടെയാണ്. മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന എന്നെ മൂഢരായിട്ടുള്ള മനുഷ്യരെന്താണ്? ഞാൻ എന്താണ് ഒരു സാധാരണ ഇടയബാലകനാണ്, അല്ലെ മനുഷ്യനാണെന്ന് അവർ വിചാരിച്ചു. പക്ഷെ എൻ്റെ പരംഭാവം, എൻ്റെ സുപ്രീമസി, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അവരറിയുന്നില്ല. പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വര, ഞാനാണ് എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ പ്രപഞ്ചങ്ങളുടെയും അധിപതിയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇനി അടുത്തത് കൃഷ്ണകുമാരി മാതാജി. മാതാജി ഇല്ല. രാധിക മാതാജി. എങ്കിലോ മുന്നൻ ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യപുക്ക് അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശ്വരൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തന്മന്മാരായും സഹോദര ഭീതന്മാരാലും കീകജാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസാ ജഗത്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നന്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്ന് അരിലിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിൽ അന്മാറു ഭക്തിയാ വന്നിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തിൽക്കണൽ പാർത്ഥകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോട് അരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ള ഒരു ഭക്തിനാഥേ. തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ചൊന്നിലും ഒരു നേരം ആശയമില്ലായല്ലോ.
നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയേ. ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികൾ ഉത്തമനോടോ. ശ്രീരാമദേവനേവം അരുൾ ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. ഹരേ കൃഷ്ണ. വീരന്മാർ ചൂടും ഹരേ കൃഷ്ണ മാതാജി. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഹനുമാന് രാമതത്വോപദേശം. വീരന്മാർ ചൂടും മകുടത്തിൻ നായികക്കല്ലേ, ശ്രീരാമപാദ ഭക്ത പ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം. സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നോ നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായി കൊണ്ട് ലൈനുണ്ട്. ഹരേ കൃഷ്ണ മാതാജി ഇടയ്ക്കുള്ള ലൈൻ വിട്ടിട്ടുണ്ട്. എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. തത് സാന്നിധ്യം കൊണ്ടെന്ന സൃഷ്ടമാമവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു. മൂഢജനം തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു. തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതായത് നമ്മള് ഇവിടെ കണ്ടത് ശിവൻ പാർവതിക്ക് ഉപദേശം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരെ വീണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങോട്ടേക്ക് പോയി ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുന്നതും. അപ്പൊ ആ സമയത്ത് ഈ ഹനുമാനെ അല്ലയോ സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ട എല്ലി എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. നിന്നിലും എല്ലിലും എപ്പോഴും ഒരു നേരം പിരിയാതെ അവനുണ്ട്. കാര്യം എന്താണ്? അവന്റെ ഹൃദയം മുഴുവൻ എപ്പോഴും എന്താണ്? സീതാരാമന്മാരാണ് ഇരിക്കുന്നത് അല്ലെ. ഹൃദയം തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? രാമചന്ദ്രനും സീതാദേവിയുമാണ് ഇരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവന് ബ്രഹ്മചാരികളിൽ ഏറ്റവും മുമ്പനാണ് അല്ലെ. അവന് യാതൊരു തരത്തിലുള്ള കന്മഷവും ഒരു തരത്തിലുള്ള ദോഷവും അവനെ ബാധിക്കില്ല. അതുകൊണ്ട് അവന് ഒരു ബ്രഹ്മോപദേശത്തിന് തക്കതായിട്ടുള്ള ഒരു ഉപദേശം അവന് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഈ സീതാദേവി മാരുതിയെ അല്ലെങ്കിൽ ഹനുമാനെ അടുത്ത് വിളിച്ച് പറയുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ തത്വോപദേശം കൊടുക്കുവാണ്. അപ്പൊ ആ തത്വോപദേശം നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാര സന്മയം ശാന്തം പരമാനന്ദ സദാനന്ദം, അങ്ങനെയുള്ള ആ പരബ്രഹ്മം ആരാണെന്ന് പറയും. അത് ശ്രീരാമചന്ദ്രനാണ് ഈ പരബ്രഹ്മം എന്നുള്ള ആ ഒരു സത്യമായിട്ടുള്ള കാര്യം ഈ പറയുന്ന സീതാദേവി പറയുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഈ രാമചന്ദ്ര ഭഗവാന്റെ മൂലപ്രകൃതിയാണ് ഞാന്. അതായത് നമ്മൾ പറയുന്ന അന്തരംഗ ശക്തി അല്ലെങ്കിൽ എന്താണ് യോഗമായ ശക്തിയാണെന്ന് പറയുകയാണ് ഇവിടെ. അപ്പം ഈ മൂലപ്രകൃതിയായ ഞാനാണ് ഇത് സൃഷ്ടിക്കുന്നത്. ആരുടെ കൃപ കൊണ്ട്? എൻ്റെ എന്താണ് ഈ പതിയായിട്ടുള്ള ഈ പറയുന്ന പരമാത്മാവിന്റെ കൃപ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് സീതാദേവി പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തൽ സാന്നിധ്യം എന്നാൽ സൃഷ്ടമായവയെല്ലാം തൽ സ്വരൂപത്തിങ്കിൽ ആക്കിയിടുന്നു ബുധജനം. അവിടെ നോക്കി അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. ആ പരമാത്മാവായിട്ടുള്ള എന്നുടെ പതിയുടെ ആ സാന്നിധ്യം കൊണ്ടാണ് എനിക്കിത് സൃഷ്ടിക്കാനായിട്ടുള്ള കഴിവുകൾ വന്നത്. അപ്പൊ തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ് ബുധജനം. മാതാജിക്ക് ബുദ്ധിയുണ്ടോ? ഞാൻ അഭിയ മാതാജിക്ക് അതുകൊണ്ടല്ലേ ഈ പ്രസ്ഥാനത്തിൽ വന്നത്. ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമാണല്ലേ. അപ്പൊ ബുധജനം, ബുദ്ധിയുള്ളവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അതായത് എന്നാൽ സൃഷ്ടമായിട്ടുള്ള കാര്യം എന്താണ്? അതായത് ഞാനാണ് സൃഷ്ടിച്ചതെന്ന് സീതാദേവി പറയാണ്. ഈ സൃഷ്ടിച്ചതെല്ലാം ബുധജനം എന്താണ്?
തൽസ്വരൂപത്തിങ്കിൽ ആക്കിയിടുന്നു. അതായത് മോക്ഷമാർഗത്തിലേക്ക് അവര് തിരിച്ചെത്തുന്നു അല്ലേ. അതായത് തൽ സാന്നിധ്യം കൊണ്ട്, അതായത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം, എന്നാൽ സൃഷ്ടമായ എന്താണ്, നമ്മുടെ ഈ ശരീരവും ഇതെല്ലാം അല്ലേ, അത് വീണ്ടും തൽ സ്വരൂപത്തിങ്കിൽ ആക്കിയിടുന്നു ബുധജനം. ബുധജനത്തിന് മനസ്സിലാകുന്നു എന്താണ് തൽ സ്വരൂപത്തിലേക്ക് ആക്കാനുള്ള വിദ്യ എന്താണെന്ന് ബുധജനം മനസ്സിലാക്കുന്നു. അങ്ങനെ തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തിനെ അറിയാവുന്നവനെ അറിയാവൂ. അപ്പം ഈ പറയുന്ന ശ്രീരാമചന്ദ്രൻ അവതരിച്ചു അല്ലെങ്കിൽ ജനിച്ചു മരിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ പറയാനായിട്ട് പാടുണ്ടോ? അങ്ങനെ തൽസ്വരൂപത്തിന് എന്താണ് ജനനാദികൾ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ജനനവും മരണവും ഭഗവാൻ ഇല്ല. ഭഗവാൻ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നതേ ഇല്ല. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്ന് പിറന്നതും. അടുത്ത് ബാക്കി ആരാണ് വായിക്കുന്നത്? ഇനി അടുത്ത് വായിക്കുന്നത് മാതാജി. രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വർത്തിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം വൃദ്ധയായ അടുത്തൊരു ദുഷ്ടയാം താടകയെ പത്രിമത്തെ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നി യായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപൂരം അഹം പുക്കും. മുപ്പൂരവൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു അടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കിവൻ പേടയോധ്യയും പുക്കും. 12 സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ ധാരിപുരം വൃത്തവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പൂക്ക കാലത്തു വിരാതനെ ഖണ്ഡിച്ചു. കുംഭോത്ഭവനാഗമ അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടും സത്യം ചെയ്തു. ദണ്ഡമൊന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ മുക്കിതോ പഞ്ചപടി തത്രവാണിയിടും കാലം പുഷ്കര ശരപരവശായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ദുസർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഹരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചെന്നാൾ. മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ ശായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കമന്തൻ തന്നെ കൊന്നു. മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു. മോക്ഷദാനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനം ചെയ്തു പുക്കിതോ പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പുതന്നന്യോന്യം സംഖ്യത ചെയ്തു. വൃതാരിപുത്രനായ വാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ. സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃവൃത്യാദികളോടും കൂടി ഹരേ കൃഷ്ണ കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശാസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകം ചെയ്തു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പത്മാമാതാജി. ഹരേ കൃഷ്ണ. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നവരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകങ്കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിയാൻ ജഗന്നാഥൻ.
യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായ ദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യനേകൻ ആനന്ദനാത്മാത്മകൻ ആത്മാ രാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ശ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചേകയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാതനയനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുള വാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിതിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺവീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാൽ ഉള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ കണ്ടത് വളരെ വലിയ തത്വങ്ങളാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകാത്തത്. അതിന് മുൻപേ മായാദേവിയായിക്കൊണ്ടാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നതെന്നുള്ള ഭഗവാന്റെ ഈ മഹാമായയാണ് ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം ഭൗതിക ലോകത്ത് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. സീതാദേവി പറഞ്ഞു ഞാൻ തന്നെയാണ് മഹാമായ എന്നും അവിടെ പറഞ്ഞു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയിടൂ. അതായത് പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവാണെന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കൃഷ്ണാഭവത്തിലുള്ള ഒരു അംശം എന്നാണ് ഇവിടെ പറയുന്നതാണ്, പ്രതിബിംബമായിട്ടാണ് പറയുന്നത്. അതായത് തേജോരൂപിണിമായ എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര. അതായത് ഈ നമ്മളൊരു ജലാശയത്തില് ആകാശത്തിന്റെ പ്രതിബിംബം കാണുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ ഭഗവാന്റെ മായയാലാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തത്വമസ്വാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിയാം ആചാര്യകാരുണ്യത്താൽ. ഒരു ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ എന്താണ് തത്വമസ്യാദി മഹാവാക്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഒരു ഗുരുവിന്റെ കാരുണ്യത്താൽ. വളരെ വ്യക്തമാണ് അല്ലേ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മത്ഭക്തനായുള്ളവൻ അവൻ ഇപ്പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. എൻ്റെ അടുക്കിലേക്ക് അവൻ എത്തിച്ചേരും. അതായത് ഇതുപോലെയുള്ള ഈ ഗുരുവിന്റെ കാരുണ്യത്താല് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എൻ്റെ ഭക്തനായി മാറുന്നവൻ എൻ്റെ ഭാവം പ്രാപിക്കും, എന്നിലേക്ക് എത്തിച്ചേരും, എൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഭഗവാനോട് പറഞ്ഞിരിക്കുകയാണ് വ്യക്തമായിട്ട്. അടുത്തത് ജ്ഞാനാംബിക മാതാജി കണ്ടിന്യൂഷൻ. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. കണ്ടോ കേട്ടോ? ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും ഈ തത്വജ്ഞാനവും കൈവല്യവും ഒന്നും ശ്രദ്ധിക്കത്തില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ വിഷമിക്കേണ്ട. കലിയുഗത്തിൽ മറ്റുള്ള ആൾക്കാരെ നോക്കി നമ്മൾ അവരങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സഹതപിക്കേണ്ട ആവശ്യമില്ല. ജന്മങ്ങൾ ഒരുപാട് എടുക്കേണ്ടി വരും അവര്. വായിച്ചോളൂ. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരെ അയിമേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതെ, നമ്മൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അടിവരെ ഇട്ട് വെക്കണം നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്. എന്താണ്? മൽഭക്തിഹീനന്മാരായിട്ടുള്ളവർക്ക് എന്റെ ഈ തത്വങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പരമം ഉപദേശമില്ലിതിന്മീതെ ഒന്നും, ഇതിന്റെ മേലെ ഒരു ഉപദേശവും ഇല്ലെന്ന്. പരമം ഉപദേശമില്ലിതിന്മീതെ ഒന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുളി ചെയ്തു. രാമമാഹാത്മ്യമിതം പവിത്രം
ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹരിമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട് അനാരതം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുളി ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗീ വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകളാലും ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും ലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുളി ചെയ്തത് കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുളി ചെയ്തു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ്, അതായത് നമ്മൾ വിഷ്ണു ലോകത്തെ പ്രാപിക്കുക എന്നുള്ളത് ഒരു അസംശയമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. മഹാദേവൻ പറയുകയാണ്, മഹാദേവൻ ഭഗവാന്റെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പരമഭക്തനാണ്. മഹാദേവൻ പറയുകയാണ് ഒരു അസംശയമാണ്, സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. അതായത് നമ്മൾ മോക്ഷമാർഗം കിട്ടുമെന്നുള്ളത് അല്ലേ. ഇനി അടുത്തത് മലിയ മാതാജി പോയോ? ജതിദേവി മാതാജി അടുത്ത ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താൻ സമയമായി. ചെറിയൊരു പോർഷൻ കൂടെ വായിച്ചിട്ട് നിർത്താം, ഒരു പാരഗ്രാഫ്. മാതാജി മ്യൂട്ട്. ഹരേ കൃഷ്ണ. ശ്രീരാമദേവ. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നഗവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മല രാമ തത്വാമൃതാം രസായനം തന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയല്ല എന്നുള്ളതല്ലയോ നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം. കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലല്ലോ, കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥമുണ്ടായി വരാം, കിർമ്മണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാം, കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുന്നരുൾ ചെയ്ത് വേദാവു ശതകോടി ഗ്രന്ഥ വിസ്താരപുര വേദ സംഹിതമരുൾ ചെയ്തിതു രാമായ വാൽമീകി പുനരി 24,000 നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യമുക്താർത്ഥമായി ചമച്ചാലനിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അത്യാത്മരാമായണമെന്ന് പേരതിനിന്ന് അധ്യയനം ചെയ്യുന്നോർക്ക് ജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിർമ്മലം രാമ തത്വാമൃതം രസായനം. അതായത് രാമ ഈ ചരിതാമൃതം രസായനമാണ്. അതായത് അതുപോലെ ഭക്തന്മാരുടെ ആ ഒരു തൊണ്ടയിൽ നിന്ന് അത് വരുമ്പോൾ, അത് കേൾക്കുമ്പോഴുള്ള ആ ഒരു രസം പാനം ചെയ്യാൻ എന്തൊരു സുഖമാണ്. മഹാദേവൻ എത്ര പരമഭക്തനാണ് അല്ലെ. ദേവി പറയാണ് അങ്ങനെയുള്ള ഭക്തന്മാരുടെ വായിൽ നിന്ന് അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ഈ സാധാരണയുള്ള ഈ കൃപണന്മാർക്കും അങ്ങനെയുള്ള കിംഷണന്മാർക്കും ഒന്നും ഇതൊരിക്കലും മനസ്സിലാകുകയില്ല. അവർക്ക് ഒരിക്കലും ഒരു ഗതി ഉണ്ടാകത്തു ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ഈശ്വരൻ പരമേശ്വരനോട് ഇങ്ങനെ പറഞ്ഞത് കേട്ട് അപ്പൊ അങ്ങനെ നല്ലൊരു ശ്രോതാവ് ഉണ്ടെങ്കിൽ എന്താണ് പറയുന്ന ആൾക്ക് താല്പര്യം വർദ്ധിക്കും. അപ്പൊ പറയുന്ന ആള് പറയുകയാണ് ഈ സുന്ദരഗാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുകയാണ് പാർവതി ദേവി അല്ലെ. നല്ല വിശേഷിപ്പിച്ചിട്ട് പറയുവാണ് ഈ വേദാവ് ഈ ശതകോടി
രചിച്ചിട്ടുണ്ട് അല്ലേ, ഈ പറയുന്ന ഈ ബ്രഹ്മദേവൻ. അങ്ങനെയുള്ളതിൽ ഏറ്റവും വേദസംഹിതമായിട്ടുള്ള ഗ്രന്ഥമാണ് ഈ പറയുന്ന വാൽമീകി. 24,000 ശ്ലോകങ്ങളിലായിട്ടാണ് അത് എഴുതി വെച്ചത്. നമ്മൾ ആദ്യം തന്നെ കണ്ട ആ 24,000 ശ്ലോകം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ചുരുക്കി ഞാനിവിടെ ആധ്യാത്മ രാമായണം എന്നതിന് പേരിട്ടു. കാര്യം എന്താണ്? ഇത് പഠിക്കുന്ന വ്യക്തികൾക്കൊക്കെ ആധ്യാത്മ ജ്ഞാനം ഉണ്ടാകാം, ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എന്താണ്? പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്സും ഉണ്ടാകും, മിത്രസമ്പത്തി, നല്ല മിത്രങ്ങളെ കിട്ടും, അതുപോലെ കീർത്തി ഉണ്ടാകും, രോഗശാന്തി ഉണ്ടാകും, ഭക്തി വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും, എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ഇത്രയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത് എന്താണ്? പൊതുജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇത് രഹസ്യമായിട്ടിരിക്കുകയാണ്. എങ്കിലും നീ ഒരു ഭക്ത ആയതുകൊണ്ട് ഇത്രയും രഹസ്യമായിട്ടിരിക്കുന്ന കാര്യം ഞാൻ നിന്നെ ഉപദേശിച്ചു തരാനായിട്ട് ഞാൻ ഇതാ തയ്യാറാകുന്നു. അതുകൊണ്ട് നാളെ ഭഗവാൻ ബാക്കി എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉമാമഹേശ്വര സംവാദം നാളെയും കൊണ്ടേ തീരുവുള്ളൂ. ഇന്ന് നമ്മൾ ആ മഹാത്മ്യൊക്കെ പറഞ്ഞതുകൊണ്ട് 1 മിനിറ്റ് കൂടി പോയി. ഇനി മിക്കവാറും നമുക്കൊരു മുക്കാൽ മണിക്കൂറിലൊക്കെ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കാം. അത് ഓരോ പോർഷൻ തീരുന്നതനുസരിച്ചിട്ട് 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ആകും. നാളെ ക്ലാസ് ഇല്ല. ശനിയാഴ്ച നാളെ നമുക്ക് ഭഗവത്ഗീത ഉള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടി ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് വെള്ളിയാഴ്ച ബുധനാഴ്ച ഇല്ല. ബുധനാഴ്ച ഭാഗവതം ഉണ്ട്. അതുകൊണ്ട് അത് രണ്ടും കൂടെ നടക്കത്തില്ല. പിന്നെ ഈ ശനിയാഴ്ച എനിക്ക് അവധിയാണ്. മന്ത്ലി ഒരു ഓഫ്, ഒരു മാസത്തിലുള്ളതിൻ്റെ അത് ഈ ശനിയാഴ്ച ഉണ്ട്. അപ്പം അന്ന് ഈ പറയുന്ന സമയം അല്ലാതെ വേറെ സമയം നിങ്ങൾക്കാർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ഏതാണ് പറ്റുന്ന സമയം? ഇത്രയും രാത്രി ആകാനായിട്ടിരിക്കണ്ട. രാവിലെ വേണമെങ്കിലും പറ്റും. വേണമെങ്കിൽ രാവിലെ ഏത് സമയമാണ് പറ്റുന്നത്? നാട്ടിലത്തെ സമയം വൈകുന്നേരം 7 മണിക്ക് ശേഷം നോക്കാം ഈ പ്രഭു. സമയം രാവിലെ ബുദ്ധിമുട്ടാണ്. രാവിലെയൊക്കെ വൈകുന്നേരം നോക്കാം പ്രഭു, 7 മണിക്ക് ശേഷം നോക്കാം. 7 മണിക്ക് ശേഷമാണ് പറ്റിയത് എല്ലാവർക്കും. അങ്ങനെയാണ് ഞാൻ അതിന്റെ ഒരു മെസ്സേജ് ഇടാം. ഈ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ അങ്ങനെ. കാര്യം എനിക്ക് അവധിയാണ്. അല്ലെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇവിടുത്തെ 7 മണിയാകും. അപ്പം പിന്നെ നാട്ടിലത്തെ 9:30 ആകും. ആ സമയം 2.5 മണിക്കൂർ വ്യത്യാസം ആയതുകൊണ്ട്. അപ്പം ശനിയാഴ്ച എനിക്ക് ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് നാട്ടിലത്തെ 7 മണിക്ക് നാളെ ഉണ്ടായിരിക്കുന്നതല്ല പാരായണം. ഇനി ഞാനതിൻ്റെ ഒരു കീർത്തനം കൂടെ പാടിയിട്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നവർക്ക് ലീവ് ചെയ്യാം. ഒരു മംഗളം കൂടെ കൂടി. അപ്പം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. മംഗളം സത്യപാലായ ധർമ്മ സംസ്ഥിതി ഹേതവേ സീതാമനോഭിരാമായ രാമചന്ദ്രായ മംഗളം. വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. വിശ്വാമിത്രാന്തരംഗായ അയോധ്യാനഗരീപദേ ഭാഗ്യാനാം പരിപാലായ ഭവ്യരൂപായ മംഗളം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര പരമാത്മനേ നമഃ. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലേംഘ്യ സിന്ധോ സലിലം സലീലം യാശോകവന്യം ജനകാത്മജായാം ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഢ്യം വാക്പടുത്വം ച ഹനുമസ്മരണാത് ഭവേത്. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം. വന്ദേ വാൽമീകി കോകിലം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ ഹരി ബോൾ. വഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. ആനന്ദകോടി വൈഷ്ണവന്ദ കീ ജയ്.